നമ്മുടെ രക്ഷയിൽ പുത്രനാം ദൈവത്തിനുള്ള ഒന്നാമത്തെ പങ്ക് എന്നതിലെ പ്രധാന ആശയം, ക്രിസ്തു തൻ്റെ രക്തം ചിന്തി നമ്മെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. അവൻ്റെ ശരീരവും രക്തവുമാകുന്ന വിശുദ്ധ കുർബാന നമ്മിൽ വസിച്ചിരിക്കുന്നത് മൂലം നാം പാപവും മരണവും ഇല്ലാത്തവരായി തീർന്നു. നാം മരിക്കുന്നില്ല, ക്രിസ്തുവിൽ കൂടി നിത്യജീവൻ അവകാശിയായി തീർന്നിരിക്കുന്നവരാണ്. പിതാവാം ദൈവം പുത്രനിലൂടെ നമ്മെ ദത്തെടുത്തപ്പോൾ പാപം, വേദന, മരണം എന്നീ ശക്തികളിൽ നിന്നും വിടുതൽ നേടി ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുകയും ദത്തവകാശത്തിൻ്റെ ദിവ്യ സ്വഭാവം പ്രാപിക്കുകയും ചെയ്തു. റോമർ 8:23. പാപം ചെയ്ത് മരണാർഹരായിരുന്ന നമ്മെ ക്രിസ്തുവിൻ്റെ രക്തം മൂലം ശുദ്ധീകരിച്ച് തൻ്റെ പുത്രനോട് സമനാക്കി തീർത്ത് മക്കളെന്ന പദവി നൽകി ദൈവസ്വഭാവത്തിലും ജ്ഞാനത്തിലും ശക്തിയിലും നമ്മെയും പങ്കുകാരാക്കുവാനുള്ള ദൈവത്തിൻ്റെ തീരുമാനം തൻ്റെ കൃപയിലും സ്നേഹത്തിലൂടെയും നമ്മിലേക്ക് ചൊരിഞ്ഞു തന്നിരിക്കുന്ന ശ്രേഷ്ഠ പദവിയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം ക്രിസ്തുവിലൂടെ നമ്മിലേക്ക് പകരുന്നത് വഴി ദൈവത്തിൻ്റെ രക്ഷിക പദ്ധതിയിലെ മുഖ്യ ഘടകമായ സ്നേഹത്തിലും നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. നമ്മുടെ രക്ഷയിൽ പുത്രനാം ദൈവത്തിനുള്ള പങ്ക് എന്നതിൽ രണ്ടാമത്തേത് തൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും നമുക്ക് വെളിപ്പെടുത്തിയെന്നതാണ്. സ്വർഗത്തിൽ ഉള്ളവയുടെ പ്രതിബിംബമാണ് ഭൂമിയിലുള്ളവ എന്ന് എബ്രായർ 9 വെളിവാക്കുന്നു. അതുകൊണ്ട് ദൈവം നിശ്ചയിച്ച കാലം തികയുമ്പോൾ ഇന്ന് വിഭിന്നമായി കാണുന്ന സ്വർഗീയവും ഭൗമികവുമായ സകലത്തെയും പരസ്പരം അനുരഞ്ജിപ്പിച്ച് ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നതാണ് സൃഷ്ടിയിലുള്ള ദൈവോദ്ദേശം. അതിനായി നമ്മെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പങ്കുകാരാക്കിക്കൊണ്ട് നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവും പകർന്നു തന്നിരിക്കുന്നു. യഹൂദ സ്തോത്രഗാനങ്ങളുടെ രൂപത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗം സൂക്ഷ്മമായി പരിശോധിച്ചാൽ സ്വർഗീയമായ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ നിറച്ചുവെന്ന് 1:3 പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ദൈവത്തിനുള്ള സകലവും ദൈവം നമുക്ക് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. പുത്രസ്വീകാരം എന്നതുകൊണ്ട് ഇത് അർത്ഥമാക്കുന്നു. നാം നിഷ്കളങ്കരും വിശുദ്ധരും ദൈവസ്വഭാവമുള്ളവരും ആയിത്തീരുക എന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടം. അതായത് ലോകത്തിൽ ദൈവത്തിൻ്റെ ഹിതവും ലക്ഷ്യവും എന്താണെന്നുള്ള അറിവിൻ്റെ മഹാരഹസ്യത്തിൽ ക്രിസ്തു മൂലം നാമും പങ്കുകാരായിരിക്കുന്നു എന്നർത്ഥം. പ്രിയമുള്ളവരെ, സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബമാണ് ഭൂമിയിലുള്ളവ എന്ന വചനം ഓർത്തുകൊണ്ട് കാലസമ്പൂർണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുവാനായി പിതാവാം ദൈവം പുത്രനിലൂടെ സകലവും നമുക്ക് നൽകിയിരിക്കുന്നു. അതിനാൽ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നാം കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നോർത്ത് ജീവിതത്തെ ക്രമീകരിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.